നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിലെ വാൻകൂവർ വൈറ്റ് ക്യാപ്സ് ഇന്റർ മയാമിയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ഇനി രണ്ടാം പാദത്തിൽ എന്ത് സംഭവിക്കും മയാമിയിൽ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഇന്റർ മയാമിയുടെ ഈ തോൽവിയോടുകൂടി വലിയ വിമർശനങ്ങളാണ് കോച്ച് ഹാവിയർ മഷ്റാനോക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ടെറിബിൾ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു മഷ്റാനോയുടേത്. മാത്രമല്ല ആവശ്യഘട്ടത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കാൻ പോലും വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പോലും ഹാവിയർ മഷ്റാനോ തയ്യാറായില്ല എന്ന് വിമർശനങ്ങൾ ഉയരുന്നൊരു ഘട്ടമാണിത്. ഇന്നലെ കളിക്ക് മുമ്പ് ഹാവിയർ മഷ്റാനോ പറഞ്ഞത് ഇത് ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്, അതുകൊണ്ട് സ്മോൾ ഡീറ്റെയിൽസിന് പോലും വലിയ പ്രാധാന്യമുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ടീം ഇറങ്ങുക എന്ന്. പക്ഷേ കളിക്കളത്തിൽ അത്തരം സംഭവ വികാസങ്ങളൊന്നും അല്ല കണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്റർ മയാമിയുടെ കളിയിലെ അപാകതകൾ, അവരുടെ വീക്ക്നെസ് എന്താണ് എന്ന് എതിരാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ എതിരാളികളും അതാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്. മയാമിയെ വീഴ്ത്താൻ വേണ്ടി അവരുടെ ശ്രമം അതാണ് എന്നുകൂടി ഇപ്പോൾ വിമർശകർ എടുത്തു പറഞ്ഞു. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്താണ് മയാമിയുടെ വീക്ക്നെസ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഉയർത്തി കാണിക്കുന്നത്. അതിങ്ങനെയാണ്: മയാമി വിങ്സിൽ വൾനറബിൾ ആണ്. അതുകൊണ്ട് തന്നെ എതിരാളികൾ വൈഡായിട്ട് കളിക്കാൻ മയാമിയെ ഫോഴ്സ് ചെയ്യുകയാണ്. മിഡിൽ അവർ ഷട്ട് ഡൗൺ ചെയ്യുന്നു. മധ്യത്തിലൂടെയുള്ള നീക്കങ്ങൾ നടത്താൻ അനുവദിക്കാതിരിക്കുക, വിങ്ങുകളിലൂടെ കളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് മാജിക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മെസ്സിയാണ്, അത് എപ്പോഴും വേണമെങ്കിൽ എടുക്കാം, അത് വേറെ കാര്യം. എന്നാലും അവരെ കൊണ്ട് കഴിയുന്ന പോലെ അത് തടയാൻ വേണ്ടി ശ്രമിക്കുക. അതായത് വിങ്ങിൽ മയാമി വൾനറബിൾ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എതിരാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു. മധ്യത്തിലൂടെ നീക്കങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. LAFC ഇതാണ് ചെയ്തത്, ലോസ് ഏഞ്ചലസ് FC ഇതാണ് ചെയ്തത്, കൊളംബസ് ക്രൂ ഇതാണ് ഇന്റർ മയാമിക്കെതിരെ ചെയ്തത്. ഇപ്പോൾ വാൻകൂവർ വൈറ്റ് ക്യാപ്സും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ അത് എതിരാളികൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിനെ മറികടക്കാൻ എന്ത് ചെയ്യും ഇന്റർ മയാമി എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്താണ് ഇനി ചെയ്യേണ്ടത്? ആബ്സല്യൂട്ട്ലി ഇതുവരെ ഒരു മാറ്റവും ഹാവിയർ മഷ്റാനോ വരുത്തിയിട്ടില്ല. മഷയുടെ ഭാഗത്ത് നിന്ന് എന്ത് മാറ്റമുണ്ടാകും ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.